പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ വണ്ടികളിലെ പവർ വിൻഡോ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ റീപ്ലേസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതും, അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ, ഇപ്പോൾ മോഡേൺ വണ്ടികളിലൊരു സ്റ്റാർട്ട് പുഷ് ബട്ടൺ വരാറുണ്ട്. നമുക്ക് കീ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ കീ വെച്ചുകൊണ്ട് നമുക്ക് പുഷ് ബട്ടൺ അമർത്തിയാൽ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാവും. ഇപ്പം ഇഗ്നീഷൻ കീ ഉള്ളവരുടെ അല്ലെങ്കിൽ കീ ഒക്കെ പ്രോബ്ലം ആയിട്ടുള്ളവരുടെയൊക്കെ, അതായത് ആ യൂണിറ്റിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടാവും. അപ്പം അതുള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതല്ലാതെ തന്നെ ഇപ്പം ഞാൻ വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിലുള്ള മ്യൂസിക് സിസ്റ്റത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് ബട്ടണാണുള്ളത് ഓൺ ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഇപ്പം സ്റ്റാർട്ടാകുക എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. പിന്നെയും തിരിച്ച് നമ്മൾ ഓൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊരു ബൈപ്പാസ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സ്വിച്ച് കൊടുക്കുക വഴി അത് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു ബെറ്ററായിട്ട് നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കീ വെച്ച് ഓൺ ചെയ്യുന്നതിനേക്കാളും സ്വിച്ച് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു ബെറ്റർ വേ ആണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്വിച്ച് വഴിയാണ് ഞാനത് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം പവർ വിൻഡോയുടെ മാറ്റാനുള്ള പ്രൈസൊക്കെ ചോദിച്ചപ്പോഴത്തേന് ഒരു 10,300 രൂപ ആവും. കാരണം ആ ഫുൾ യൂണിറ്റ് അവർ മാറ്റാമെന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് മോട്ടറും കാര്യം. അപ്പോൾ ഞാൻ മോട്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേന് അതിന് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. മോട്ടർ വർക്ക് ചെയ്യുന്ന, അപ്പോൾ നമുക്ക് അതിൻ്റെ അസോസിയേറ്റുള്ള കാര്യങ്ങൾ മാറ്റിയാൽ മതി. അപ്പോൾ അതെന്ത് കാര്യമാണ് മാറ്റിയത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ വളരെ കുറവാണ്. അപ്പം നമുക്ക് ചിലവ് ചുരുക്കുക അല്ലെങ്കിൽ ചിലവ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയാൽ അത് വളരെ ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നിയുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമുക്ക് ഡു ഇറ്റ് യുവർ സെൽഫ്, അതായത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് കാരണം വേറൊന്നും കൊണ്ടുമല്ല, ഇപ്പം നമുക്ക് ചില അറിയാൻ മേലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിപ്പം അവർ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇടുന്ന ഒരു സർവീസ് ചാർജ് കുറച്ചധികമായിരിക്കും. അതിൽ നിന്ന് നമുക്ക് പിന്നെ ഇതിൽ നിന്ന് ഒരു വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പേഷ്യൻസ്, അതേപോലെ കുറച്ച് ടൈം മാറ്റി വയ്ക്കാനുണ്ടാവണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ കാണുക, തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതാണ് നമ്മുടെ പവർ വിൻഡോയുടെ മോട്ടോർ ചെക്ക് ചെയ്തപ്പോൾ ഫങ്ഷനിങ് ആണ്. ഇനി നമുക്ക് ആ വിഞ്ച് കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞൊരു വിഞ്ച് യൂണിറ്റ് എന്ന് പറയാം. ഒരു കേബിളുണ്ട്. ആ കേബിളാണെങ്കിൽ ഈ സാധനത്തിനെ വലിഞ്ഞ് മുറുക്കി അപ്പ് ഡൗൺ മോഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹ്യുണ്ടായുടെ ജെനുവിൻ പാർട്സ് വാങ്ങിച്ച് ഏകദേശം 740 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ അതിനോടൊപ്പം ഒരു റോഡ് കിട്ടും. പിന്നെ ഒരു വിഞ്ചിൻ്റെ ഒരു കേബിൾ, ആ വിഞ്ച് യൂണിറ്റ്, ഈ സാധനം നമ്മൾ മോട്ടറിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് അപ്പ് ഡൗൺ, ഈ ഒരു വൈറ്റ് സാധനം ഇതിലാണ് നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നത്. ഇത് അപ്പ് ഡൗൺ ചെയ്യുമ്പോൾ, അതായത് ഈ കേബിൾ ഇങ്ങനെ വലിച്ചു മുറുകുമ്പം അപ്പ് ഡൗൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ വിൻഡോ അപ്പ് ഡൗൺ ചെയ്ത് മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ മോട്ടർ നമുക്ക് ഇനി പ്ലേസ് ചെയ്യണം. അപ്പം ആ മോട്ടർ ഒരു 3 സ്ക്രൂവിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെക്കാം. ഇതാണ് മോട്ടർ. അപ്പം നമ്മൾ അല്പം ഒരു ഗ്രീസ് ഇച്ചിരി പുരട്ടി, അതായത് ഗ്രീസ് വെക്കുമ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ വെക്കുക. ഒരു 3 സ്ക്രൂ ആണ്. അപ്പം 3 സ്ക്രൂവിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പോർഷനിൽ വെക്കുക. അപ്പം ഈ മോട്ടറിന് ഒരു 3 സ്ക്രൂവും ഇതായിരുന്നു ഇപ്പോഴത്തെ ഈ അവസ്ഥ. അതായത് നമ്മൾ ഗ്ലാസ് കെട്ടി വെച്ചിരിക്കുക കമ്പി കൊണ്ട്. അപ്പം ഇതിന് ടോട്ടൽ ഒരു 1 2 3 4 ഇങ്ങനെ ഒരു 7 സ്ക്രൂ ആണ് വരുന്നത്. 3 എണ്ണം സ്ക്രൂവിനും മോട്ടറിനും പിന്നെ ഒരു 4 എണ്ണം ആ ഒരു സെറ്റപ്പിനുമാണ്. അവൾ വെച്ചു, ഫങ്ഷൻ ആവുന്നുണ്ട്, കറക്റ്റായി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്വിച്ച് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നേരത്തെ പോലെ തന്നെ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. കണ്ടോ, ഇത് അപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ആ വൈറ്റ് പോർഷൻ, ആ സ്ക്രൂ, ഇത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലാസ് പൊട്ടാതെ നോക്കുക, നല്ല കെയറിങ്ങോട് കൂടി ചെയ്യുക. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നത് ആ പുഷ് ബട്ടൺ വയ്ക്കുകയാണ്. അതിനാദ്യം ഈ കീയിലോട്ടുള്ള കുറച്ച് വയറിങ് കാണാം. അപ്പം നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് വെഹിക്കിളിൻ്റെ ഒരു വയറിങ് ഡയഗ്രാം മിക്കവാറും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഇഗ്നീഷൻ്റെ ഒരു സപ്ലൈ, നമ്മൾ പോസിറ്റീവ് സപ്ലൈ എടുക്കുക. പിന്നെ നമ്മുടെ സ്വിച്ചിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കോമൺ നെഗറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഗ്നീഷൻ്റെയും അതേപോലെ തന്നെ സ്റ്റാർട്ട് ബട്ടണിലോട്ടുള്ള സപ്ലൈ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ വർക്കിംഗ് എന്നാന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു പോസിറ്റീവ് പൾസ് നേരെ ഒരു സ്റ്റാർട്ടർ റിലേയിലോട്ട് കൊടുക്കുക. ആ സ്റ്റാർട്ടർ റിലേ അടിച്ചിട്ടാണ് സ്റ്റാർട്ടർ മോട്ടറിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ആവുന്നത്. അത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊരു ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ, ഒരു പോസിറ്റീവ് കമാൻഡ്, ഒരു പൾസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആ റിലേ ആക്ടിവേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇഗ്നീഷനിൽ നിന്നൊരു സപ്ലൈ, അതായത് മഞ്ഞ വയർ ഇഗ്നീഷനിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നീല വയർ നമുക്ക്
സ്റ്റാർട്ട് റിലേയിലോട്ട് പോകുന്ന ഒരു പോസിറ്റീവ് പൾസാണ്. അപ്പം നമ്മൾ മഞ്ഞ വയറിൽ കൂടെ നമ്മളൊരു സപ്ലൈ ആ സ്വിച്ചിലോട്ട് എടുത്ത് ആ സ്വിച്ച് വൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നീല വയറിൽ കൂടെ പോസിറ്റീവ് സപ്ലൈ ഇതിൻ്റെ സ്റ്റാർട്ട് റിലേയിലോട്ട് പോകും. അത്രേ ഉള്ളൂ. അത് കണ്ടോണം. അപ്പം നമുക്ക് അവിടെ ഒരു ഇൻഡിക്കേഷൻ കത്തി, സപ്ലൈ വന്നു, വണ്ടി സ്റ്റാർട്ടായി. അത്രേ ഉള്ളൂ കാര്യം. ഇനി നമ്മൾ ഇഗ്നീഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നീഷൻ അത് നമ്മൾ കീ ഇട്ടില്ലെങ്കിൽ ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താലൊന്നും വണ്ടി ഓൺ ആവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതും കീ വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്യാം, ഒറ്റയടിക്ക് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി ആകുന്ന രീതിയിലാക്കാം. പക്ഷേ അങ്ങനെ ചെയ്താൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഇല്ലാതെ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അപ്പം അതൊരു സേഫ്റ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ കീ വെച്ച് ഇഗ്നീഷൻ ഓൺ ആക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കുകയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ വേണ്ടവർക്ക് ജസ്റ്റ് കമൻറ്റ് ഇടുക. ഇതിൻ്റെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തരാം.